സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ അതിവിശിഷ്ടങ്ങളും ഉത്തമങ്ങളുമായ അവന്റെ നാമങ്ങൾ, അവയുടെ അർത്ഥവും ആശയവും അതിലൂടെ വിശ്വാസിയിൽ രൂഢമൂലമാകേണ്ടുന്ന ആശയങ്ങളും വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും ആഴ്ചകളായി നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റഹ്മാൻ, റഹീം, മലിക്, ഖുദ്ദൂസ്, സലാം, മുഅ്മിൻ, മുഹൈമിൻ, അസീസ്, ജബ്ബാർ, മുതകബ്ബിർ, ഇത്രയും നാമങ്ങൾ കഴിഞ്ഞ ക്ലാസുകളിലൂടെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അൽ ഖാലിഖു, അൽ ബാരിഉ, അൽ മുസവ്വിർ, ഈ നാമങ്ങളിലൂടെയാണ് ഇന്ന് കടന്നുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശരിക്കും മനസ്സിലാക്കുവാനും അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ മാനിച്ചുകൊണ്ട് ഭക്തിയുള്ളവരായി ജീവിക്കുവാനും അവൻ പൊരുത്തപ്പെടുന്നവരോടൊപ്പം പരലോകത്ത് ഒരുമിച്ച് ചേരാനും സർവ്വ സൗഭാഗ്യങ്ങളും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ ഖാലിഖ് എന്ന അല്ലാഹുവിന്റെ വിശിഷ്ടമായ നാമം, അതുപോലെ തന്നെ അൽ ഖല്ലാഖ് എന്ന നാമം ഉച്ചരിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടുന്ന ഒരു നാമമാണത്. അറബി ഭാഷയുടെ പ്രത്യേകതയാണ്, ഒരു പുള്ളി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ ആശയങ്ങൾക്ക് കടുത്ത മാറ്റം സംഭവിക്കും. വളരെ അപകടകരമായ അർത്ഥങ്ങളിലേക്ക് അത് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ മുഴുവൻ ചെറുപ്പം മുതലേ ഉത്ബോധിപ്പിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അറബി ഭാഷയിലെ അക്ഷരങ്ങളെല്ലാം ഓരോന്നിൻ്റെതായ മഖ്റജുകളിൽ നിന്ന്, അഥവാ ഓരോ അക്ഷരങ്ങളും ഹർഫുകളും അറബിയിലെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് വായിൽ നിന്ന് എവിടെ നിന്ന് പുറപ്പെടുന്നു അതാണ് മഖ്റജുകൾ, ആ അക്ഷരങ്ങളുടെ പ്രഭവസ്ഥാനം. അവിടെ നിന്ന് തന്നെ ഉച്ചരിച്ചാലേ ആ അക്ഷരങ്ങളോട് നീതി പുലർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് മുസ്ലിമീങ്ങൾ ചെറുപ്പം മുതലേ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. തജ്വീദ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ പാരായണ ശാസ്ത്രത്തിന്റെ വളരെ വിലപ്പെട്ട ഏതാനും കാര്യങ്ങൾ തന്നെ ജനങ്ങളെ ഈ അക്ഷരങ്ങൾ എങ്ങനെ നീതിപൂർവകമായി ഉച്ചരിക്കാം എന്ന് പഠിപ്പിക്കലാണ്. മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ പ്രഭവസ്ഥാനം എവിടെ നിന്നാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നവരാണ് മുസ്ലിമീങ്ങൾ. പക്ഷേ എന്തുകൊണ്ടോ ഈ സമൂഹത്തിലെ മഹാഭൂരിഭാഗം വരുന്ന പൊതുജനങ്ങളും അറബി ഭാഷയുടെ ഉച്ചാരണങ്ങളിൽ ശ്രദ്ധയില്ലാത്തതിന്റെ പേരിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിക്കുമ്പോഴും വളരെ അപകടകരമായ രൂപത്തിലാണ് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നാം രക്ഷപ്പെടണം എന്ന് ഈ അവസരത്തിൽ ഉത്ബോധിപ്പിക്കുകയാണ്. ഖാലിഖും ഖല്ലാഖുമൊക്കെ ഹ എന്ന അക്ഷരത്തിന്റെ മുകളിൽ ഒരു പുള്ളിയിടുമ്പോഴാണ് ഈ ഖ എന്ന അക്ഷരം വരുന്നത്. ഈ ഹ ആയി പോയാൽ ഇവിടെ സംഭവിക്കുന്നത്, ഖല്ലാഖിനെ നമ്മൾ ഹല്ലാഖ് എന്ന് വിളിച്ചാൽ ഖല്ലാഖ് എല്ലാം സൃഷ്ടിക്കുന്നവനാണ്, ഹല്ലാഖോ മുടിവടിക്കുന്ന ബാർബർ എന്നാണ് അർത്ഥം. നമ്മൾ ഹല്ലാഖായുള്ളോനെ എന്ന് പറഞ്ഞാൽ യാ ഹല്ലാഖ്, ഖ ഉച്ചരിക്കാതെ ഹ ഉച്ചരിച്ചു പോയാൽ വളരെയേറെ മാറ്റമാണ് അർത്ഥത്തിൽ സംഭവിക്കുന്നത്. പടച്ചവനെയല്ല വിളി വരിക, അത് കൃത്യമായി ഉച്ചരിക്കണം. ഖാലിഖ് എന്നാണ്, അതുപോലെ ഖല്ലാഖ് എന്നാണ്. എന്താണ് ഖാലിഖ് എന്ന് പരിശുദ്ധ ഖുർആൻ അവന്റെ നാമമായി 11 സ്ഥലത്താണ് അല്ലാഹു അവനെ പരിചയപ്പെടുത്തിയത്. ഖല്ലാഖ് എന്ന് വിശുദ്ധ ഖുർആനിൽ അവന്റെ നാമമായി 2 സ്ഥലത്താണ് അല്ലാഹു പരിചയപ്പെടുത്തിയത്. ഈ ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് എന്നാണ് അർത്ഥം. പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു നാമവുമാണത്, ഒരർത്ഥവുമാണത്. ഈ ലോകത്തുള്ള ഏത് സൃഷ്ടികളെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഖാലിഖായി അല്ലാഹു മാത്രമേയുള്ളൂ.
അവനൊഴികെയുള്ള മുഴുവനും മഖ്ലൂഖുകളാണ്, പടപ്പുകളാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിരവധി വചനങ്ങളിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഹാദാ ഖൽഖുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്, ഇത് പടച്ചവൻ സൃഷ്ടിക്കുന്നതാണ്. അല്ലാഹു സൃഷ്ടിച്ചതല്ലാതെ ഇവിടെ വല്ലതുമുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ അല്ലാഹു വെല്ലുവിളിക്കുകയാണ്, ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, നിങ്ങളൊന്നെനിക്ക് കാണിച്ചതായോ, മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അവന് പുറമേയുള്ള ആളുകൾ, അവന് പുറമേയുള്ള ശക്തികൾ ഇവിടെ എന്തൊന്നാണ് പടച്ചിട്ടുള്ളത് എന്ന് ആർക്കെങ്കിലും കാണിക്കാമോ? ഒരാൾക്കും കാണിക്കാൻ സാധ്യല്ല വെല്ലുവിളിയുടെ മുമ്പിൽ. അതുപോലെ വിശുദ്ധ ഖുർആൻ തന്നെ ചോദിക്കുന്നു, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹുവല്ലാതെ വല്ല സൃഷ്ടാക്കളുമുണ്ടോ? അല്ലാഹുവല്ലാതെ വല്ല സൃഷ്ടാവുമുണ്ടോ, ഖാലിഖുമുണ്ടോ? അല്ലാഹു തന്നെ കൃത്യമായി മറ്റൊരു സ്ഥലത്ത് പറയുന്നു, നബിയെ സമൂഹത്തോട് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം, ഖുലില്ലാഹു ഖാലിഖു കുല്ലി ശൈഇ, നബിയെ പറയുക, അല്ലാഹു ഖാലിഖു കുല്ലി ശൈഇ, അല്ലാഹു അവൻ എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ്, അവനല്ലാത്തതൊക്കെ മഖ്ലൂഖാണ്. അപ്പൊ പടച്ച തമ്പുരാന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറഞ്ഞൊരു സംഗതിയാണത്. പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി മറിച്ചു നോക്കിയാൽ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ തുറന്നു നോക്കിയാൽ വിശുദ്ധ ഖുർആൻ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ തുടങ്ങുമ്പോ പരിശോധിച്ചു നോക്കിയാൽ ആദ്യമായി അല്ലാഹു മനുഷ്യരെ എന്ന് വിളിക്കുന്ന രംഗം സൂറത്തുൽ ബഖറയിൽ കാണാം. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഓ ജനങ്ങളെ, എല്ലാവരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കുവീൻ. എന്തുകൊണ്ട് എന്ന ചോദ്യം സ്വാഭാവികമാണ്. എന്തുകൊണ്ടാ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്നത്? ഉടനെ അല്ലാഹു പറയുന്നത് എന്താണ് റബ്ബിന്റെ ഏറ്റവും വലിയ ഗുണം? അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളുടെ മുൻഗാമികളെയും. നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളുടെ മുൻപുള്ളവരെ സൃഷ്ടിച്ചവൻ. ഭൂമിയെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നവൻ, ആകാശത്തെ നിങ്ങൾക്ക് വിധാനിച്ചു തന്നവൻ, മുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ നിലക്ക് മഴ പെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ നിലക്കുള്ള ഉപകാരങ്ങൾ ചെയ്തു തരുന്നവൻ. ഇതിലൊന്നും അല്ലാഹുവിന് ഒരാളും പങ്കില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദാ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ നിങ്ങൾ അല്ലാഹുവിന് ഒരു കാര്യത്തിലും നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ നിശ്ചയിക്കരുത്. പടച്ചവന് സമനില്ല, അല്ലാഹുവിന് നിദ്ദില്ല. നിദ് എന്ന് പറഞ്ഞാൽ സമൻ. പടച്ചതമ്പുരാന് തുല്യമായി ഒരാളുമില്ല. എന്താ കാരണം? അവൻ ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു അവൻക്ക് ആദ്യമായി തന്നെ പറയുന്നത്, മനുഷ്യരെ, നിങ്ങളെ പടച്ചത് ഞാനാണ്. നിങ്ങളെ മാത്രമല്ല, മുമ്പുള്ളവരെയും. ആകാശം പടച്ചത്, ഭൂമി പടച്ചത്, ഇവിടെ ആവശ്യമായ സസ്യലതാദികൾ ഉൽപ്പാദിപ്പിക്കാൻ യോഗ്യമായ നിലക്ക് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നത് ഒക്കെ ഞാനാണ്. ഇതിലാർക്കെങ്കിലും വല്ല പങ്കുമുണ്ടോ? അപ്പൊ ഖാലിഖായ അല്ലാഹു, അവൻ എല്ലാം സൃഷ്ടിക്കുന്നു എന്ന നിലക്ക് ഖല്ലാഖ് കൂടിയാണ് അവൻ. അപ്പൊ ഖാലിഖും ഖല്ലാഖും ആ അർത്ഥത്തിൽ അവന്റെ സൃഷ്ടി വൈഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അൽ ബാരിഉ, ഈ പേരുകളൊക്കെ ഏതാണ്ട് സാദൃശ്യമുള്ള നാമങ്ങളാണ്. അല്ലാഹുവിന്റെ മറ്റൊരു പേരാണ് അൽ ബാരി. അതുകൊണ്ടാണ് പലപ്പോഴും മക്കൾക്ക് പേരിടുമ്പോൾ പല പേരുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അബ്ദുൽ ബാരി, അബ്ദുൽ ബാരി എന്നാ വിളിക്കുക. അബ്ദുൽ ബാരി ആണ്, ബാരി അല്ല, അബ്ദുൽ ബാരി. ഈ ബാരി ആയ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമ എന്ന നിലക്കാണ് അബ്ദുൽ ബാരി എന്ന പേരിടുന്നത്. അത് പരിശുദ്ധ ഖുർആനിൽ 3 തവണയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഒന്ന്, സാധാരണ നമ്മൾ പാരായണം ചെയ്യുന്ന ഈ പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ഹശ്റിൽ നമ്മൾ ഈ കേൾക്കുന്ന ആയത്തിലും, പിന്നെ അൽ ബഖറയിൽ 2 സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ചിടത്തോളം ബാരി എന്ന ഗുണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ പേര് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിർമ്മിച്ചുണ്ടാക്കുന്നവൻ എന്നാണ്. ഏതാണ്ടൊക്കെ സൃഷ്ടിപ്പ് തന്നെയാണ്. ഖാലിഖ് എന്ന് പറഞ്ഞാലും ബാരി എന്ന് പറഞ്ഞാലും
മുസവ്വിർ എന്ന് പറഞ്ഞാലും സൃഷ്ടി അള്ളാഹുവിന്റെ ആ സൃഷ്ടി വൈഭവത്തിലേക്ക് സൂചന നൽകുന്ന, അവയുടെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന നാമങ്ങളായിട്ടാണ് നാം പഠിച്ചു വെക്കേണ്ടത്. എന്താണ് അൽ ബാരിഇന്റെ പ്രത്യേകത? അൽ ബാരിഉ ഹുവല്ലദീ ഫസ്സല ബഅദൽ ഖൽഖി അൻ ബഅദിൻ ഐ മയ്യസ ബഅദഹു അൻ ബഅദിൻ വഅന്ന അസ്ലഹു മിനൽ ബർഇ അല്ലദീ ഹുവൽ ഖത്ഉ വൽ ഫസ്ലു. പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു, അൽ ബാരി എന്ന് അല്ലാഹുവിനെ സംബന്ധിച്ച് പറയാൻ കാരണം ഹുവല്ലദീ ഫസ്സല ബഅദൽ ഖൽഖി അൻ ബഅദിൻ, സൃഷ്ടികളെ ചിലരിൽ നിന്നവൻ വേർതിരിച്ചിട്ടുണ്ട്. ഐ മയ്യസ ബഅദഹു അൻ ബഅദിൻ, ഇവിടെ എല്ലാ പടപ്പുകളും ഒരേപോലെയല്ലല്ലോ. അല്ലാഹുവിന്റെ മഖ്ലൂക്കുകൾ, പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികൾ ഒക്കത്തിനും വ്യത്യാസം കാണുന്നുണ്ട്. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മക്കൾ പോലും വ്യത്യസ്ത മുഖഭാവങ്ങളിലാണ്, വ്യത്യസ്ത രൂപഭാവങ്ങളിലാണ്, വ്യത്യസ്തമായ നിറങ്ങളിലാണ്, വ്യത്യസ്തമായ രൂപത്തിലാണ്, വ്യത്യസ്തമായ സ്വഭാവത്തിലാണ്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് മഖ്ലൂക്കുകൾ ഈ ലോകത്തുണ്ടല്ലോ. ഏതൊരു മഖ്ലൂക്കും മറ്റൊരു മഖ്ലൂക്കിൽ നിന്ന് അതിന് പല വ്യത്യാസങ്ങളുമുണ്ട്. മനുഷ്യരെ ആ നിലക്ക് സൃഷ്ടിക്കാൻ കഴിവുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തിന്റെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ? ഈ എത്ര കോടി മനുഷ്യന്മാരുണ്ടെങ്കിലും ഓരോ മനുഷ്യന്റെയും വിരൽ തുഞ്ചങ്ങൾ വ്യത്യസ്തമാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. എല്ലാവരുടെ വിരലും വ്യത്യാസമാണ്. അതുകൊണ്ടാണല്ലോ അടയാളം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തമ്പ് ഇംപ്രഷൻ എടുക്കുന്നത്. എന്താണ്? നമ്മൾ വിരലൊപ്പിടുകയാണ്. എന്താ വിരലൊപ്പിടാൻ കാരണം? എല്ലാവരും വിരലൊപ്പ് നമുക്ക് കാണുമ്പോൾ ഒരേപോലെയാണ്. എല്ലാ വിരലൊപ്പുകളും കാഴ്ചക്ക് ഒരേപോലെ. പക്ഷേ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക്, ആ ശാസ്ത്രം അറിയാവുന്ന ഒരാൾ പരിശോധിച്ചു നോക്കിയാൽ അയാൾക്ക് മനസ്സിലാകും 100 ആളുടേതും 100 നിലക്കാണ്, 1000ങ്ങളുടേത് 1000 നിലക്കാണ്, കോടി മനുഷ്യന്മാരുടേത് അത്ര തന്നെ വ്യത്യാസത്തിലാണ്. അതൊക്കെ ഒരുമിച്ച് കൂട്ടാൻ ഇനി എല്ലാവരും മരിച്ചുപോയി, മണ്ണോടടിഞ്ഞ് എല്ലാം നുരുമ്പി എല്ലായി, എല്ലാം നശിച്ചാലും പടച്ച തമ്പുരാൻ അവൻ പറഞ്ഞിട്ടുണ്ട്, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യൻ മരിച്ച് മണ്ണായി കഴിഞ്ഞാലും നാളെ മഹ്ശറിലേക്ക് സർവ്വ മനുഷ്യരെയും ഉയർത്തെഴുന്നേൽക്കുന്ന ആ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം അവകാശപ്പെടാനുള്ള കഴിവാണ്. ബലാ ഖാദിരീന, നാം കഴിവുള്ളവരാണ്. അലാ അൻ നുസവ്വിയ ബനാനഹു, അവന്റെ വിരൽ തുഞ്ചങ്ങളെ സമപ്പെടുത്താൻ നമുക്ക് കഴിയും. അത് ഓരോന്നും അതിന്റെ വ്യത്യാസത്തിൽ തന്നെ പടച്ചോന് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ സൃഷ്ടിപ്പ് ഓരോന്നിനും ഈ ലോകത്ത് കാണുന്ന ഓരോ വസ്തുക്കളെയും ഒന്നൊന്നിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിൽ. ഒരു കമ്പനിയിൽ നിന്ന് ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഒരേ കോലത്തിലാണ് മനുഷ്യൻ ഉണ്ടാക്കുന്നത്. പടച്ച തമ്പുരാൻ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോരുന്ന മക്കൾ തന്നെ വ്യത്യസ്ത രൂപത്തിൽ. ഇങ്ങനെ ആ നിലക്ക് സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കാൻ കഴിവുള്ള കെൽപ്പുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അതവന്റെ അൽ ബാരി എന്ന പേര് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു, ഹുവല്ലദീ ഖലഖൽ ഖൽഖ ബരീഅൻ മിനത് തഫാവുതി, അവൻ സൃഷ്ടികളെ സൃഷ്ടിച്ചിരിക്കുന്നത് ബരീഅൻ മിനത് തഫാവുതി, പോരായ്മകളിൽ നിന്നും കോട്ടങ്ങളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും മുക്തമായ നിലക്കാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പടച്ച ആകാശത്തിലേക്ക് നോക്ക്, ഈ ആകാശങ്ങൾ നീ കാണുന്നില്ലേ? നീ അവിടേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. എന്നിട്ടെന്താ അല്ലാഹു തആല പറയുന്നത്? മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു തആല അവകാശപ്പെടുന്നു, അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, എടോ മനുഷ്യ, നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, പരമകാരുണികനായ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റക്കുറച്ചിലും നിനക്ക് കാണാൻ സാധ്യമല്ല, ഒരു ന്യൂനതയും നിനക്ക് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഫർജിൽ ബസർ, നിന്റെ കണ്ണിനെ നീ മടക്കിക്കോ. ഹൽ തറാ, നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? മിൻ ഫുതൂർ, വല്ല പിളർപ്പും വല്ല കുഴപ്പവും കാണാൻ കഴിയുന്നുണ്ടോ? വീണ്ടും അല്ലാഹു ആവശ്യപ്പെടുന്നു, സുമ്മർജിൽ ബസറ കറതൈൻ, ഇനിയും പലവട്ടം മടക്കിക്കൊണ്ട് നീ ചിന്തിച്ചോളൂ, നീ നോക്കി കണ്ടുപിടിച്ചോളൂ. അതുപോലെ തന്നെ ഫർജിൽ ബസറ കറതൈൻ, വീണ്ടും നീ ചിന്തിച്ചോ. എന്താ സംഭവിക്കാൻ പോകുന്നത്? യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിയ,
വഹുവ ഹസീർ. നിന്റെ കണ്ണ് നിന്നിലേക്ക് അങ്ങോട്ട് തിരിച്ചു വരും, അത് പരാജയപ്പെട്ടിട്ട് അത് ക്ഷീണിച്ച് തളർന്ന് തിരിച്ചു വരാന്നല്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു പോരായ്മ ആകാശവും ഭൂമിയൊക്കെ തെരഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ ദുർബലനായ മനുഷ്യ നിന്നെ കൊണ്ട് സാധ്യല്ല. അത്ര പ്രഗത്ഭനായ സൃഷ്ടാവാണ്, നിർമ്മാതാവാണ്, ഉന്നതനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ പേര്, ആ ആശയമാണ് അല്ലാഹുവിനാൽ ഖാലിഖ് എന്ന് വിളിക്കുമ്പോ, യാ ഖാലിഖ് എന്ന് വിളിക്കുമ്പോ, യാ ബാരി എന്ന് വിളിക്കുമ്പോ വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ ഒരാൾക്കും വടക്കാൻ കഴിയൂല. അത് അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. ഐ ഖലഖഹും ഖൽഖൻ മുസ്തവിയൻ ലൈസ ഫീഹി ഇഖ്തിലാഫുൻ വലാ തനാഫുറുൻ വലാ നഖ്സുൻ വലാ ഐബുൻ വലാ ഖലലുൻ അബ്രിയാഉ മിൻ ദാലിക കുല്ലിഹി. പടച്ചവൻ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാം ചൊവ്വായ നിലക്കാണ്. ഒരേറ്റ വ്യത്യാസം കാണുന്നില്ല, കുഴപ്പങ്ങൾ കാണുന്നില്ല, ന്യൂനതകൾ കാണുന്നില്ല, വിടവുകൾ കാണുന്നില്ല. എല്ലാ പോരായ്മകളിൽ നിന്നും മുക്തമായ നിലക്കാണ് ഇവിടെ എല്ലാം അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് അൽ ബാരിഇന്റെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ഈ ബാരിഇന്റെ പ്രത്യേകതയാണ്, ആ ആശയത്തിൽ അടങ്ങിയ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്, ശുദ്ധ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നവനാണ് അല്ലാഹു. ഈ ലോകത്ത് ധാരാളം മനുഷ്യർ ഞങ്ങൾ സൃഷ്ടാക്കളാന്ന് പറയുന്നു, നിർമ്മാതാക്കൾ, ഞങ്ങളാണത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഓരോ കമ്പനിയും അവകാശപ്പെടുന്നുണ്ട് പല കാര്യങ്ങളും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത, അവൻ ശുദ്ധ ശൂന്യതയിൽ നിന്ന് പടക്കാൻ കഴിവുള്ളവനാണ്. ഇല്ലായ്മയിൽ നിന്നാണ് അല്ലാഹു ഒരു വസ്തുവിനെ ഉണ്ടാക്കുന്നത്. അവനൊരു കാര്യം ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഒരു പദാർത്ഥം മുമ്പ് ആവശ്യമില്ല. മുമ്പൊരു വസ്തു ഉണ്ടെങ്കിൽ അതിൽ നിന്നേ മനുഷ്യൻ ഉണ്ടാക്കാൻ കഴിയൂ. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അവന്റെ കാര്യം എത്രമാത്രമേ ഉള്ളൂ. അവനൊരു കാര്യം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുകയേ വേണ്ടൂ. അതിനോടവൻ നീ ഉണ്ടാവുക എന്ന് പറയുമ്പോഴേക്ക് ഫയകൂനു, അതുണ്ടായിത്തീരുന്നു. മനുഷ്യന്റെ നിർമ്മാണത്തിനൊക്കെ ആവശ്യമാണ്. ഇപ്പൊ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുള്ള വസ്തുക്കളെ ഉപയോഗിച്ച് മനുഷ്യനൊരു കാര്യം നിർമ്മിക്കാൻ കഴിയൂ. ഇപ്പൊ ആശാരി മേശ ഉണ്ടാക്കി എന്ന് പറയും നമ്മൾ. ആശാരി മേശ നിർമ്മിക്കുമെന്ന് നമ്മൾ പറയും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അല്ലാഹു സൃഷ്ടിച്ച മരത്തിൽ തന്റെ കൈവിരുതുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആശാരി മേശ നിർമ്മിക്കുന്നത്. പടച്ചതമ്പുരാൻ സൃഷ്ടിച്ച മരം, ആ മരം അതിനു വേണ്ട രൂപത്തിൽ ഈർന്ന് മുറിച്ച് കൊത്തി ശരിയാക്കി തന്റേതായ കരവിരുത്, തന്റെ കൈവിരുത് അതിൽ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ആശാരി ഉപയോഗപ്രദമായ നിലക്കൊരു മേശ ഉണ്ടാക്കുന്നത്. അതല്ലാതെ ശുദ്ധ ശൂന്യതയിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു മേശ ഉണ്ടാക്കാൻ ഒരാശാരിയെ കൊണ്ടും ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത അതാണ്. അതേപോലെ തന്നെ വെള്ളം മനുഷ്യൻ ഉണ്ടാക്കാൻ അവകാശപ്പെടുന്നു. എനിക്ക് വെള്ളം ഉണ്ടാക്കാൻ കഴിയും, പക്ഷെ അതിനെന്ത് വേണം? ഓക്സിജൻ വാതകവും അതുപോലെ തന്നെ ഹൈഡ്രജൻ വാതകവും കൂട്ടിച്ചേർത്ത് ജലം നിർമ്മിക്കാൻ ഒരു രസതന്ത്രജ്ഞന് സാധിക്കും. അതേ അവസരത്തിൽ ആ ജലം സൃഷ്ടിക്കണമെങ്കിൽ ഒന്നുമില്ലാതെ ശുദ്ധമായ ശൂന്യതയിൽ നിന്ന് വെള്ളം തരുന്നത് ആരാണ്? അല്ലാഹുവിനാണ് കഴിയൂ. അത് അല്ലാഹു മനുഷ്യരോട് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മനുഷ്യരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂന, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദാഹം വരുമ്പോ കുടുകുടാന്ന് വലിച്ചു കുടിക്കുന്നില്ലേ ശുദ്ധജലം? ആ വെള്ളം കുടിക്കുന്നതിന്റെ മുമ്പേ നിന്നോട് പറഞ്ഞല്ലോ, നീ ബിസ്മി ചൊല്ലിയിട്ടേ വെള്ളം കുടിക്കാവൂ. കാരണം നീ ചിന്തിച്ചിട്ടുണ്ടോ ഈ ശുദ്ധമായ വെള്ളം നിനക്ക് കുടിക്കാൻ പാകത്തിൽ നിന്റെ മുമ്പിൽ വന്നത് എങ്ങനെയെന്ന്? എങ്ങനെ നിനക്ക് ഈ വെള്ളം കിട്ടി? എങ്ങനെ നിനക്കത് കുടിക്കാൻ അവസരം ലഭിച്ചു? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, കാർമേഘക്കീറുകളിൽ നിന്ന് അവയെ താഴോട്ടിറക്കി തന്നത് ഞാനാണോ? അം നഹ്നുൽ മുൻസിലൂന, നാമാണോ ഇറക്കി തന്നത്? അതോ അൻതും അൻസൽതുമൂഹു, അതോ നിങ്ങളാണോ ഇറക്കിയത്? അത് അല്ലാഹുവിന്റെ ചോദ്യം സംശയം തീർത്തതല്ല, നിങ്ങൾക്ക് കഴിയൂല എന്നാണ്. മഴ അത് ഉപകാരപ്രദമായ നിലക്ക് മനുഷ്യന് ഉപയോഗിക്കാവുന്ന നിലക്കുള്ള വെള്ളത്തിന് വേണ്ടി കൃത്യമായി മഴ അങ്ങോട്ട് ഇറക്കാൻ ഒരു ശക്തിയെ കൊണ്ട് സാധ്യമല്ല. നിങ്ങളെ കൊണ്ട് കഴിയോ എന്നാണല്ലോ ചോദിക്കുന്നത്. ഖുർആൻ എത്ര സ്ഥലത്ത് വെല്ലുവിളിച്ചിട്ടുണ്ട്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ടല്ലോ. ഈ വെള്ളമെങ്ങാനും അങ്ങ് വറ്റിപ്പോയാൽ ഖുൽ അറഅയ്തും, എന്താ നിങ്ങൾ അഭിപ്രായപ്പെടുന്നത്? ഇന്നസ്ബഹമാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അങ്ങ് വെറ്റിപ്പോയാൽ
ആരാണോ നിങ്ങൾക്ക് ഈ ശുദ്ധമായ തെളിനീര് കൊണ്ടുവന്ന് തരാൻ കെൽപ്പുള്ളവൻ? പടച്ചവന്റെ വെല്ലുവിളിയാണ്. അതിന് ഞാൻ ഉണ്ട് എന്ന് ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണെന്ന് ഒരു ശുജായിക്ക് പറയാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. പടച്ചോനെ എന്റെ സേവനം അവിടെ അവസാനിപ്പിച്ചോ, ഇവിടെ ഞാൻ ഉണ്ട് എന്ന് പറയാൻ ഒരു ധിക്കാരിക്കും സാധിച്ചിട്ടില്ല. അഹങ്കരിച്ചു ഒരുത്തൻ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഫിറഔൻ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി എന്ന് പറഞ്ഞു. ഇതാ ഞാൻ നോയിക്കാണുന്ന ഈ സ്ഥലത്ത് കൂടിയാണ് ഇവിടെ കൃത്യമായി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ അഹങ്കാരം നടിച്ചു. ആ വെള്ളത്തിൽ അവർച്ചോ അവന്റെ അന്ത്യം ഉണ്ടായിരുന്നു. അതിൽ മുങ്ങി മരിക്കുമ്പോൾ അവനെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടായില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖാലിഖാണെന്ന് പറയുമ്പോൾ ശുദ്ധമായ ശൂന്യതയില്ലെന്നാണ് അവന്റെ സൃഷ്ടിപ്പ്. ഒരു ശക്തിയെ കൊണ്ടും ഇവിടെ ഒന്നും പടക്കാൻ കഴിയൂല. അല്ലാഹു തആല ചോദിക്കുകയാണ്. ഇനി രണ്ടാമതൊരു യാ അയ്യുഹന്നാസ് ഖുർആൻ ചോദിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ് എന്ന് വിളി ഖുർആനിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. മനുഷ്യരെ അവിടെ പറഞ്ഞു നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണം, കാരണം അവനാ പടച്ചത്, അവനെ സൃഷ്ടിക്കാൻ കഴിയൂ. ഇവിടെ ഇതാ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു തആല വിളിക്കുന്നു മനുഷ്യരെ, യാ അയ്യുഹന്നാസ് ضرب مثل فاستمعوا له. ഓ ജനങ്ങളെ, നിങ്ങൾക്കൊരു ഉദാഹരണം ഇതാ ഉദാഹരിക്കപ്പെട്ടു തരട്ടെ. ഫസ്തമിഊ ലഹു, നിങ്ങൾ ആ ഉദാഹരണത്തിലേക്ക് ശരിക്ക് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. ഫസ്തമിഊ ലഹു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ആ ഉദാഹരണം എന്നുള്ള ആവശ്യപ്പെട്ടിട്ട് പറയുന്നു. എന്താ പടച്ചോൻ പറയുന്നത്? ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, നിശ്ചയമായും അല്ലാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലാഹുവിന് പുറമേ നിങ്ങളുടെ സഹായികളും രക്ഷകരുമൊക്കെയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ പലരെയും നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി, നിങ്ങളുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിളിച്ചു ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അല്ലാഹു അവരെ സംബന്ധിച്ചു പറയുന്നു, പഠിപ്പിക്കുന്നു മനുഷ്യരെ വിളിച്ചുകൊണ്ട്, അവരൊന്നും പടച്ചിട്ടില്ല തന്നെ. ദുബാബൻ, ഒരു ഈച്ചയെ പോലും പടച്ചിട്ടില്ല. വലവിജിത്തമഊലഹു, അവരെല്ലാവരും കൂടെ സംഘടിച്ച് എല്ലാ ശാസ്ത്രീയമായ കഴിവുകളും ഒത്തിണങ്ങിയ ഒരുപാട് ആളുകൾ ഇനി ഒരു സ്ഥലത്ത് ഒരുമിച്ചാലും ഒരു ഈച്ചയെ പോലും പടയ്ക്കാൻ റബ്ബല്ലാത്ത ഒരാളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, ഇബാദത്തും പ്രാർത്ഥനയും ദുആയൊക്കെ എനിക്ക് തരും, ഞാനാ ഇതിന് കഴിവുള്ളവൻ, കാരണം ഞാനേ ഖാലിഖുള്ളൂ, ഞാനേ ബാരിഉള്ളൂ എന്ന് അല്ലാഹു തആല അവകാശപ്പെടുന്നു. ഇനി അല്ലാഹു പറയുന്നത്, ഈ ലോകത്ത് ഏത് ജീവികൾ എടുത്തു നോക്കൂ, എല്ലാം ഞാനാ പഠിച്ചത്, എല്ലാത്തിന്റെ സൃഷ്ടാവ് ഞാനാണ്. അല്ലാഹു അവകാശപ്പെടാണ്. സൂറത്തുൻ നൂറിൽ 45-ാമത്തെ ആയത്തിൽ അല്ലാഹു മൊത്തത്തിൽ പറയാണ്, വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ വമിൻഹും മൻ യംശി അലാ അർബഅ യഖ്ലുഖുല്ലാഹു മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, എല്ലാ ജന്തുക്കളെയും അല്ലാഹു സൃഷ്ടിച്ചത് ജലത്തിൽ നിന്നാണ്. എല്ലാത്തിന്റെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ്. ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി, ജന്തുക്കളിൽ വയറുകൊണ്ട് വയറിന്മേലായി നടക്കുന്നവയുണ്ട്. ഉരകങ്ങൾ, എഴഞ്ഞു ജീവിക്കുന്ന ജന്തുക്കൾ, കയ്യും കാലൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ എഴഞ്ഞിട്ട് പോവുക, ബത്നിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ. ومنهم من يمشي على رجلين, ഇരുകാലികളായ രണ്ട് കാലിന്മേൽ നടക്കുന്നവരുമുണ്ട് അവരുടെ കൂട്ടത്തിൽ. വമിൻഹും മൻ യംശി അലാ അർബഅ, നാൽക്കാലികളുമുണ്ട് അവരുടെ കൂട്ടത്തിൽ. അപ്പൊ ജന്തുക്കളിൽ ഇങ്ങനെ എഴഞ്ഞു നടക്കുന്ന ഉരകങ്ങളുണ്ട്, ഇഴജന്തുക്കളുണ്ട്, രണ്ട് കാലിന്മേൽ നടക്കുന്ന മനുഷ്യരും അല്ലാത്ത ജീവികളുമുണ്ട്, അതുപോലെ തന്നെ നാല് കാലിന്മേൽ നടക്കുന്ന നാൽക്കാലികളുമുണ്ട്. യഖ്ലുഖുല്ലാഹു മാ യശാ, എന്തിനെ അല്ലാഹ് അങ്ങനെ പടച്ചത് ചോദിക്കാൻ പറ്റൂല. യഖ്ലുഖുല്ലാഹ്, അല്ലാഹു പടക്കുന്നു, മാ യശാഉ, അവന് തോന്നുന്നത്, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പടക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കൃത്യമായി കഴിവുള്ളവനാകുന്നു എന്ന് അവന്റെ സൃഷ്ടി വൈഭവത്തെ, സൃഷ്ടിക്കാനുള്ള അവന്റെ അപാരമായ കഴിവിനെ, പ്രാഗൽഭ്യത്തെ വളരെ കൃത്യമായി വരച്ചു കാണിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ അല്ലാഹു ചോദിക്കുന്നു, നഹ്നു ഖലഖനാകും, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളത് അംഗീകരിക്കുന്നവരല്ലയോ? ചിന്തിച്ചു നോക്കൂ. അഫറഅയ്തും മാ തുംനൂന, നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ആ ബീജത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ?
അഅൻതും തഖ്ലുഖൂനഹു, അതിനെ നിങ്ങളാണോ പടച്ചത്? അം നഹ്നുൽ ഖാലിഖൂൻ, അതോ നാമാണോ പടച്ചത്? ഇതൊക്കെ അള്ളാഹു ചോദിക്കുന്നത് എന്തിനാ? നമ്മളോട് ആരോടും സംശയം ചോദിച്ചല്ല, ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടോ എന്ന് ചോദിക്കല്ല. അള്ളാഹു മനുഷ്യനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് തന്റെ കഴിവുകേട്. തനിക്കൊന്നിനും കഴിയൂല, അള്ളാഹുവിനെ കഴിയൂ. അവനാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവ്. അവന്റെ അപാരമായ സൃഷ്ടിവൈഭവത്തിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ അവന്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടവനാണ്, അവനെ ധിക്കരിക്കാതിരിക്കേണ്ടവനാണ്, അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടവനാണ്. അവനെ വെറുപ്പിക്കാൻ എനിക്ക് പാടില്ല, അവന്റെ തൃപ്തിയാണ് ഞാൻ നേടിയെടുക്കേണ്ടത് എന്നിങ്ങനെ മനുഷ്യൻ അവന്റെ പോരായ്മയും അള്ളാഹുവിന്റെ സമ്പൂർണതയും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ അൽ ഖാലിഖ് എന്ന നാമവും അൽ ബാരി എന്ന നാമത്തിലൂടെയും മനുഷ്യന് സാധിക്കണം. ഇനി അതേപോലെ തന്നെ അവന്റെ മറ്റൊരു പേരാണ് അൽ മുസവ്വിർ. അതും സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടതാണ്. മുസവ്വിർ എന്ന പരിശുദ്ധ ഖുർആൻ ഒരൊറ്റ സ്ഥലത്തെ അവന്റെ നാമമായി പറഞ്ഞിട്ടുള്ളത് അൽ ഹശ്ർ, ഈ സൂറത്തുൽ ഹശ്റിലാണ്. മുസവ്വിർ, അൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. എന്താണ് മുസവ്വിർ എന്ന് പറഞ്ഞാൽ? രൂപകൽപ്പന നടത്തുന്നവൻ, ആകൃതി നൽകുന്നവൻ, ആകൃതിപ്പെടുത്തുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. സാധാരണ ഫോട്ടോഗ്രാഫർമാർക്ക് മുസവ്വിർ എന്ന് പറയും. മുസവ്വിർ അയാളൊരു രൂപം ഉണ്ടാക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുന്ന രചയിതാവിന്, ഒരു ചിത്രകാരന് മുസവ്വിർ എന്ന് പറയും. തസ്വീർ എന്ന് ഫോട്ടോക്ക് പറയും, സൂറ എന്ന് ഫോട്ടോക്ക് പറയും. സവ്വറ യുസവ്വിറു, രൂപം നൽകി, ആകൃതിപ്പെടുത്തി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. എന്താണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസവ്വിർ ആണെന്ന് പറഞ്ഞാൽ? ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, അൽ മുസവ്വിർ ഖലഖഹു കൈഫ ശാഅ വ കൈഫ യശാഉ. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ സൃഷ്ടിക്കും. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ സൃഷ്ടിച്ചു, ഇനി ഉദ്ദേശിക്കുന്നത് പോലെ സൃഷ്ടിക്കും. ഏത് നിലക്ക് അവൻ ഉദ്ദേശിച്ചോ, മനുഷ്യരുദ്ദേശിക്കുന്നതല്ല, അല്ലെങ്കിൽ സൃഷ്ടി ഉദ്ദേശിക്കുന്നതല്ല, അവൻ ഉദ്ദേശിക്കുന്നതാണ് നടക്കുന്നത്. നമുക്കറിയില്ലേ, ലോകത്ത് എത്ര കോടി മനുഷ്യന്മാരുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരും വളരെ വ്യത്യാസമാണ്. ആരും ചിന്തിച്ചിട്ടില്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് ഈ കോലം വേണം. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചതല്ല ഈ കോലത്തിലാ ജനിച്ചു വീഴാൻ. നമ്മളോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ? നീ എവിടെയാ ജനിക്കണ്ട്? എത്ര ഇഞ്ച് പൊക്കം വേണം? എന്താ കളർ വേണ്ടത്? മൂക്ക് എങ്ങനെയായിരിക്കണം? കണ്ണെങ്ങനെയായിരിക്കണം? കാതെങ്ങനെയായിരിക്കണം? കൈകാലെങ്ങനെയായിരിക്കണം? എത്ര വണ്ണം വേണം? എത്ര തടി വേണം? ചോദിച്ചിട്ടുണ്ടോ? അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. പടച്ചതമ്പുരാനൊരു തീരുമാനിക്കുകയാണ്. ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ. അവൻ ആരാണ്? അല്ലാഹു ആരാണ്? ഹുവല്ലദീ യുസവ്വിറുകും, അവൻ നിങ്ങളെ രൂപപ്പെടുത്തുന്നവനാണ്. ഫിൽ അർഹാമി, മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ. കൈഫ യശാഉ, അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം. നിങ്ങൾ ഉദ്ദേശിക്കും പോലെ എന്നല്ല. നിങ്ങൾ ഉദ്ദേശിക്കും പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോ കുട്ടി ഉദ്ദേശിക്കണ്ട, കുട്ടിന്റെ ബാപ്പ ഉദ്ദേശിക്കും പോലെ നടക്കുവോ? കുട്ടിന്റെ ബാപ്പ കല്യാണം കഴിക്കുന്ന കാലത്ത് വിചാരിച്ചു ഇങ്ങനെ ഒരു മോനുണ്ടാകണം, അല്ലെങ്കിൽ ഉമ്മ വിചാരിച്ചു ഇങ്ങനെ ആയിരിക്കണം മോന്. നടക്കോ? നടക്കൂലല്ലോ. ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ. അവൻ ഉദ്ദേശിക്കും പോലെ, അവൻ ഉദ്ദേശിക്കുന്ന നിലക്കാണ് അവൻ രൂപം നൽകുക. നമ്മൾ ആരും വിചാരിച്ച രൂപത്തിലല്ല. അത് അള്ളാഹുവിന് മാത്രമാണ്. ഒരാൾക്കും ഒരാളുടെ രൂപം മാറ്റാൻ കഴിയൂല, ഒരാൾക്കും കഴിയൂല. ഇങ്ങനെ ആൺകുട്ടിയാണെങ്കിൽ ഞാൻ പെൺകുട്ടിയാക്കി തരാം, പെൺകുട്ടിയാണെങ്കിൽ ഞാൻ ആൺകുട്ടിനാക്കി തരാം, ഇതൊന്നും പറയാൻ ഒരാൾക്കും കഴിയൂല. അതൊക്കെ വെറുതെ പൊട്ടക്കഥ പറയുന്നതാ. പെണ്ണായി പിറന്നുള്ള കുട്ടിയെ ആണാക്കി പൂതി പോൽ മാറ്റുന്ന പൂർണ്ണ പൊലിവാണോർ. മൊയ്തീൻ സംബന്ധിച്ച് പറഞ്ഞതാ. പെണ്ണായി പിറന്നുള്ള കുട്ടിയെ ആണാക്കി പൂതി പോൽ മാറ്റിക്കൊടുക്കുന്ന പൂർണ്ണ പൊലിവാണോർ. അങ്ങനത്തെ ഒരു ഓറുമില്ല. അങ്ങനെ പൂർണ്ണ പൊലിവാണ് ഓറില്ല. അല്ല മാത്രമാണ് മുസവ്വിർ. അവനെ അതിന് കഴിയൂ, അവൻ മാത്രമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനല്ലാത്തൊരു മുസവ്വിർ ഇല്ല. എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായ മുസവ്വിർ അവനാണ്. അതുകൊണ്ട് മനുഷ്യനോട് ചോദിക്കണം, മനുഷ്യ എന്താ നീ അള്ളാഹിനെ സംബന്ധിച്ച് ചിന്തിച്ചത്? അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തിയിട്ട് നീ വലിയ ധിക്കാരിയായിട്ടാണല്ലോ ലോകത്ത് നടക്കുന്നത്. നിന്നെ എന്താ വഞ്ചിച്ചത്? എന്തൊരു ബോധമില്ലാത്ത ചിന്താഗതിയിലൂടെയാ നീ നടക്കുന്നത്? നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് മനുഷ്യനെ വിളിച്ചുകൊണ്ട് റബ്ബൊരു ചോദ്യം, യാ അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. എന്താ അല്ലാഹു പറയുന്നത് വളരെ കൃത്യമായി, ഓ മനുഷ്യ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, അത്യുദാരനായ
നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചത് എന്താണ്? ആ ഉദാരനായ റബ്ബിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാതെ തോന്നിയ വാസം പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച വികാരം എന്താണ്? നിനക്കതിന് സാധ്യമാണോ? നിനക്കതിന് അർഹതയുണ്ടോ? കാരണം അല്ലദീ ഖലഖക, നിന്നോട് നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാൻ പറഞ്ഞ നിന്റെ റബ്ബല്ലയോ നിന്നെ പടച്ചത്? ഫസവ്വാക ഫഅദലക്, വേണ്ട രൂപത്തിൽ അവൻ നിന്നെ ശരിപ്പെടുത്തിയില്ലേ? എല്ലാം ഫിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ആ നിലക്ക് ഫീ ഐ സൂറത്തിൻ മാശാ, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ റക്കബക, അവനല്ലയോ നിന്നെ കൂട്ടിഘടിപ്പിച്ച് ഈ കോലത്തിൽ ഈ ഭൂമിയിലേക്ക് പറഞ്ഞേച്ചത്? അതുകൊണ്ട് നിന്റെ ജനനത്തിലോ നിന്റെ കളറിലോ നിന്റെ രൂപത്തിലോ നിന്റെ ഭാവത്തിലോ നിന്റെ ശരീരത്തിന്റെ ഒരു കാര്യത്തിലും ഒരാൾക്കും ഒരു പങ്കുമില്ലെങ്കിൽ അതേ റബ്ബിന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കാൻ നിനക്കെന്താണോ അവകാശമുള്ളത്? ഇതാ അള്ളാഹുവിന്റെ ചോദ്യം. മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. ശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു വസവ്വറകും ഫഅഹ്സന സുവറകും, അല്ലാഹുവാണ് നിങ്ങൾക്ക് രൂപം തന്നത്, അല്ലാഹുവാണ് നിങ്ങൾക്ക് ആകൃതി നൽകിയത്. ഫഅഹ്സന സുവറകും, നിങ്ങളുടെ രൂപങ്ങളെയൊക്കെ അവൻ നന്നാക്കി തന്നില്ലേ? അപ്പൊ ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നമ്മൾ മുസവ്വിർ എന്ന് പറയുന്നു. എല്ലാ അർത്ഥത്തിലും അവന്റേതായ ആ രൂപത്തിലുള്ള ഘടിപ്പിക്കൽ, അവന്റേതായ രൂപം നൽകൽ, അവന്റേതായ ആകൃതി നൽകൽ, അത് കൃത്യമായി അല്ലാഹുവിന്റെ മാത്രം അപാരമായ കഴിവിൽപ്പെട്ടതാണ്. ആ നിലക്ക് ഏതെങ്കിലും ഒരു സൃഷ്ടിയെ, ജീവനുള്ള ഒരു വസ്തുവിനെ എനിക്കും ഉണ്ടാക്കാൻ കഴിയും അതേപോലെ എന്ന് പറഞ്ഞുകൊണ്ടോ പറയാതെയോ ജീവനുള്ളവയുടെ രൂപം പടക്കുന്നത്, പ്രതിമയുണ്ടാക്കുന്നത്, അത് നിർമ്മിക്കുന്നത്, അത് വിൽക്കുന്നത് ഇസ്ലാം വിരോധിച്ചിരിക്കുന്നു. അതുകൂടി സാന്ദർഭികമായി നമ്മൾ ഇവിടെ വെച്ച് മനസ്സിലാക്കണം. ഹദീസുകളിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം വരയ്ക്കാനോ ജീവനുള്ള വസ്തുക്കളുടെ പ്രതിമകൾ നമ്മുടെ ഷോക്കേസുകളിൽ നിന്ന് മുസ്ലിമീങ്ങളുടെ വീടുകളിൽ അതിന്നൊരു ഫാഷനായി മാറിയിരിക്കുകയാണ്. വാതിലിന്മേൽ കൊത്തിവെച്ചിരിക്കുന്നു, ആനയെ കൊത്തിവെച്ചിരിക്കുന്നു തടിയിൽ. അതുപോലെ തന്നെ ഷോ വാളുകളുണ്ട്, ഷോ ഡോറുകളുണ്ട്, അവിടെയൊക്കെ ജീവനുള്ള വസ്തുക്കളുണ്ട്. വീട്ടിൽ തൂക്കിയിട്ടിട്ടുള്ള കർട്ടനുകളിൽ ജീവനുള്ളവയുടെ ചിത്രങ്ങളുണ്ട്. ഇസ്ലാമികമായി അത് പാടില്ലാത്തതാണ്. ആദരിക്കപ്പെടുന്ന നിലക്ക് തൂക്കിയിടുന്ന, അതല്ലെങ്കിൽ ആ നിലക്ക് പരിപാലിക്കപ്പെടുന്ന ജീവനുള്ള ഒരു വസ്തുക്കളുടെയും ഫോട്ടോകൾ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് കാണാം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു പോയിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ വീട്ടിലേക്ക് പ്രവേശിക്കാതെ ഉമ്മറപ്പടിയിൽ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ അവസരത്തിൽ ഭാര്യ വന്നുകൊണ്ട്, പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് പതിവിന് വിപരീതമായിട്ട് വല്ലതും സംഭവിച്ചോ? ഞാൻ അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങുന്നു. അങ്ങയോട് ഞാൻ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങയോടും ഞാൻ മാപ്പ് ചോദിക്കാം. എന്താണ് വിഷയം എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് അങ്ങ് വീട്ടിലേക്ക് കയറാതെ പതിവില്ലാതെ എപ്പോ പുറത്തു പോയാലും പെട്ടെന്ന് വീട്ടിലേക്ക് കയറുന്നയാളാണല്ലോ നിങ്ങൾ എന്തേ ഇന്ന് വീട്ടിലേക്ക് കയറാൻ മടിച്ചു പുറത്ത് തന്നെ നിൽക്കുന്നത് എന്ന് ചോദിച്ച അവസരത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ അവിടെ ഒരു കർട്ടൻ കാണുന്നുണ്ടല്ലോ, ഞാൻ പോകുമ്പല്ലോ ആ കർട്ടനുമല്ല അവിടെ തൂക്കിയിട്ട വിരിയിലതാ ഒരു ജീവനുള്ള വസ്തുവിന്റെ ചിത്രമുണ്ട്, അത് വലിച്ചു കീറാനാ പറഞ്ഞത്. അതവിടെ തൂക്കിയിടുന്നവിടത്തോളം എനിക്കങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. സ്വഹീഹായ ഹദീസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ജീവനുള്ള വസ്തുക്കളുടേതായ പ്രതിമകൾ നമ്മുടെ ഷോക്കേസുകളിൽ വെക്കണ്ട. ആ കലണ്ടറുകളിൽ അത്തരത്തിലുള്ള ചിത്രങ്ങളുള്ളത് നമ്മുടെ ചുമരുകളിൽ തൂക്കണ്ട. ആ നിലക്ക് നമ്മൾ പ്രദർശിപ്പിക്കണ്ട. മരിച്ചുപോയ ഉമ്മാനെയും ഉപ്പാനെയും ഓർക്കാനാണെന്ന് പറഞ്ഞിട്ട് ചില്ലുകിട്ടുകൊണ്ട് സൂക്ഷിച്ചു വെക്കേണ്ടതില്ല അവരുടെ ഫോട്ടോകൾ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടോളൂ, ഇന്ന അശദ്ദന്നാസി അദാബൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമത്തിൽ മുസവ്വിറൂൻ. അല്ലാഹുവിന്റെ അടുക്കൽ കഠിനകഠോരമായ ശിക്ഷ ലഭിക്കുന്ന പാപങ്ങളിൽപ്പെട്ടതാണ് ആർക്കെന്നോ അൽ മുസവ്വിറൂന, ചിത്രം വരക്കുന്ന ആളുകൾ.
ചിത്രം വരക്കുമ്പോ എല്ലാം പെടൂലേ എന്ന് ചോദിക്കേണ്ടതില്ല. റസൂലുള്ളാഹിനോട് സംശയം തീർത്തിട്ടുണ്ട് സ്വഹാബിമാര്. പർവ്വതങ്ങളുടെയും അതുപോലെ തന്നെ പ്രകൃതി ഭംഗിയുടെയും മരങ്ങളുടെയും മലകളുടെയും ഒക്കെ ചിത്രം വരക്കുന്നത് തെറ്റാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് റസൂലുള്ളാഹിയുടെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനുള്ള വസ്തുക്കളുടെ ചിത്രമാണ് ഉദ്ദേശിച്ചത്. അതുപോലെ ഹദീസിൽ കാണാം അതിന്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നു, ഇന്നല്ലദീന യസ്നഊന ഹാദിഹി സുവറ യുഅദ്ദബൂന യൗമൽ ഖിയാമ യുഖാലു ലഹും അഹ്യൂ മാ ഖലഖ്തും. ഈ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രതിമകളാവട്ടെ, ഇനി കലണ്ടറുകളുടെ ഫോട്ടോകളാകട്ടെ, രാഷ്ട്രീയത്തോട് വലിയ പ്രസരമുള്ള കാലഘട്ടത്തിൽ നേതാക്കന്മാരുടെ കട്ടൗട്ടുകൾ സ്വന്തം വീട്ടിലെ പറമ്പിൽ നാട്ടാൻ അനുവാദം കൊടുക്കുന്ന ആളുകളില്ലേ, സ്വന്തം മതിലിന്മേൽ അവരുടെ കട്ടൗട്ടുകൾ വരച്ചു വെക്കാൻ അനുവാദം കൊടുക്കുന്നവരില്ലേ, കലണ്ടറുകളിൽ അത് തൂക്കിയിട്ടുകൊണ്ട് തന്റെ നേതാവിനോട് ബഹുമാനം പ്രകടിപ്പിക്കുന്ന ആളുകളില്ലേ. നമുക്ക് വലിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ റസൂലുള്ള കർട്ടനിന്മേലൊരു ചിത്രം കണ്ടപ്പോ പുരയിലേക്ക് കയറാതെ മടിച്ചു നിന്നുകൊണ്ടത് വലിച്ചു കീറാൻ പറഞ്ഞെങ്കിൽ മുസ്ലിമേ നമുക്കെങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ അത് പ്രദർശിപ്പിക്കാൻ കഴിയുക? അത് ചിന്തിക്കണ്ടേ. നമ്മുടെ വീട് ഇസ്ലാമികമായ വീടായിരിക്കണം. മുസവ്വിറായ അല്ലാഹുവിന്റെ നിയമമാണ് നാം പാലിക്കേണ്ടത്. റസൂലുള്ള പറയുന്നത് നോക്കൂ, അങ്ങനെ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം വരക്കുന്ന കക്ഷികളോട് പരലോകത്ത് വെച്ച് അല്ലാഹു തആല പറയുന്നു, അഹ്യൂ മാ ഖലഖ്തും, നിങ്ങൾ ഉണ്ടാക്കിയവൊക്കെ ഒന്ന് ജീവൻ കൊടുക്കടോ. നിങ്ങൾ എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി എനിക്കും കഴിയുമുണ്ടാക്കാൻ എന്ന് പറഞ്ഞ് കണ്ടാൽ നല്ല മനുഷ്യൻ തന്നെ എന്ന് തോന്നുന്ന നിലയ്ക്ക് നിങ്ങൾ പ്രതിമകൾ ഉണ്ടാക്കിയില്ലേ, അത് പ്രദർശിപ്പിച്ചില്ലേ, അത് പരസ്യത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ലേ, അപരസ്യങ്ങളുള്ള ബാനറുകൾ നിങ്ങളുടെ ഷോപ്പുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രദർശിപ്പിച്ചില്ലേ. അങ്ങനെ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള നിലക്ക് ഉടുപുടയില്ലാത്ത വിവസ്ത്രയായ പെണ്ണിന്റേതും അല്ലാത്തതുമൊക്കെ അടക്കം പല രൂപത്തിലുള്ള ചിത്രങ്ങളുടെയും പിന്നാലെ പോയില്ലേ. ജീവൻ കൊടുക്കടോ ഇവർക്കൊക്കെ എന്ന് അല്ലാഹു അവരോട് ആവശ്യപ്പെടുമെന്ന്, അവർക്കുള്ള ഒരു ശിക്ഷ എന്ന നിലക്ക് അത് അവരോട് അല്ലാഹു ആവശ്യപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. സ്വഹീഹായ ഹദീസാണ്. അപ്പൊ പ്രതിമക്കുട്ടികളും ബിംബക്കുട്ടികളും ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും ഷോക്കേസിൽ വേണ്ട, ചുമരിലും വേണ്ട, കർട്ടനിലും വേണ്ട, ബാനറിലും വേണ്ട, മാറ്റിവെക്കുക. അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വമൻ അദ്ലമു മിമ്മൻ ദഹബ യഖ്ലുഖു ഖൽഖൻ കഖൽഖി ഫൽയഖ്ലുഖു ദർറതൻ ഔ ലിയഖ്ലുഖു ഹബ്ബതൻ ഔ ലിയഖ്ലുഖു ശഈറാ. റവാഹുൽ ബുഖാരി. മുസ്ലിമിലും ബുഖാരിയിലും കാണാം. ഏറ്റവും വലിയ ആരാണുള്ളത്? അവൻ ഞാൻ പടക്കുന്നത് പോലെ ചില വസ്തുക്കളെയൊക്കെ പടക്കാൻ നോക്കുന്നു. അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തോടുകൂടി ആ നിലക്ക് തന്നെ അതിലുള്ള ശിക്ഷ എന്ന നിലക്ക് അവരോട് അവയുടെ കൃത്യമായ രൂപത്തിൽ തന്നെ എന്നാൽ ഉപകാരപ്രദമായ നിലക്കൊന്ന് പടക്കൂ എന്നവരോട് പരലോകത്ത് വെച്ച് പറയപ്പെടും. അപ്പൊ നോക്കൂ, ഒരാളെ കൊണ്ട് ഒന്നും പടക്കാൻ സാധ്യല്ല. ഒരു എറുമ്പിനെ പടക്കാൻ കഴിയോ? ഒരു ഈച്ചയെ പോലും ആർക്കും പടക്കാൻ സാധിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല അവകാശപ്പെടുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ആ നിലക്കുള്ള സ്വഭാവങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. അതാണ് നമ്മൾ ഈ വിഷയത്തിൽ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. മാത്രമല്ല ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിച്ചു, ഈ ചിത്രങ്ങൾ 3 നിലക്കാണ് അദ്ദേഹം പറയുന്നത്. ചിത്രമുണ്ടാക്കുന്ന കക്ഷികളെ 3ആയി അദ്ദേഹം വിഭജിച്ചു. എന്താണ്? ഒന്ന് ചിത്രമുണ്ടാക്കി എന്തിന്? ആരാധിക്കപ്പെടാൻ വേണ്ടി വിഗ്രഹാരാധകന്മാരൊക്കെ ഉണ്ടാക്കി അത് വിൽക്കുന്നത് പോലെ തന്നെ. ഫഹാദാ കാഫിറുൻ, അത്തരത്തിൽ ഉണ്ടാക്കുന്നവൻ കാഫിറാണ്, അവൻ കഠിനകഠോരമായ ശിക്ഷയ്ക്ക് വിധേയമാകും. രണ്ടാമത് മഹാനവർകൾ പറയുന്നത്, മൻ ഫഅല സൂറ വഖസദ മുലാഹാതി ഖൽഖില്ലാഹി തആല വഅതഖദ ദാലിക്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകരണ ഇതുപോലെയൊക്കെ ഞാൻ ഏകദേശമൊക്കെ ഉണ്ടാക്കും എന്ന മട്ടിലാണ് ഒരുത്തൻ വരച്ചതും ഉണ്ടാക്കിയതുമെങ്കിലോ ഫഹാദാ കാഫിറുൻ ലഹു, ഇവനും കാഫിർ തന്നെയാണ്. ലഹു മിൻ അശദ്ദിൽ അദാബ്, ഇവനുമുണ്ട് കടുത്ത ശിക്ഷ. മൂന്നാമതായി റസൂലുള്ള പറയുന്നു, ഇമാം നവവി വിശദീകരിക്കുന്നു, മല്ലം യഖ്സുദ് ബിസ്സൂറത്തിൽ ഇബാദ വലൽ മുദാഹാത്ത്, ഇവരിതുകൊണ്ട് ഇബാദത്തൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹ് ഉണ്ടാക്കും പോലെ ഉണ്ടാക്കാനൊന്നും കരുതിയതൊന്നുമില്ല, അവൻ വെറുതെ ഉണ്ടാക്കി എങ്കിൽ ഫഹുവ ഫാസിഖുൻ സാഹിബു ദൻബിൻ കബീരിൻ, അവൻ വൻകുറ്റമാണ് ചെയ്തത്, തെമ്മാടിത്തമാണ് പ്രവർത്തിച്ചത്. മറ്റു പാപങ്ങളെപ്പോലെ വൻപാപങ്ങൾ ചെയ്തതുപോലെ ആവുകയുള്ളൂ, കാഫിറായി പോകുന്നതല്ല. എന്നാലും ഹറാമ് കുറഞ്ഞൊരു പരിപാടിയില്ല.
ഹറാമ് തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളൊന്നും അതൊന്നും വളരെ ശ്രദ്ധിക്കാറില്ല. ഇന്ന് വളരെയേറെ ആ കാര്യത്തിൽ നമ്മൾ പിന്നോക്കമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ വീടുകളിലെ ഇസ്ലാമികമായ സംസ്കാരങ്ങൾ നിലനിൽക്കണമെങ്കിൽ പ്രവാചകൻ ഈ വിരോധിച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിവെക്കണം എന്നുകൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ ഖാലിഖ്, അതുപോലെ തന്നെ അൽ ബാരി, അതുപോലെ തന്നെ അൽ മുസവ്വിർ, ഈ നാമങ്ങളാണ് ഇത്രയും സമയം നമ്മൾ വിശദീകരിച്ചത്. ഇനി സുഹൃത്തുക്കളെ, നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇതുവരെ നമ്മൾ കുറെ നാമങ്ങൾ വിശദീകരിച്ചു. ഒരു 10-11 അല്ലാഹു റഹ്മാൻ, റഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ അസീസ്, അൽ ജബ്ബാർ, അൽ മുതകബ്ബിർ, അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ 14. പിന്നെ അൽ ഖല്ലാഖ് 15. പിന്നെ ഇതിന്റെ മുമ്പ് പറഞ്ഞ വേറെ ഒരു വിശേഷണം കൂടിയുണ്ട്, അൽ കബീർ. ഇങ്ങനെ 10-16ഓളം വിശദീകരിച്ചു കഴിഞ്ഞു. ഇതിലൊക്കെ നമ്മൾ എന്താണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് ആമുഖമായി സൂചിപ്പിച്ചിരുന്നു. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ നാമങ്ങളും ശുദ്ധ ഖുർആനിലൂടെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹദീസുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകളിൽ ആ പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ നിലക്ക് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതുകൊണ്ടൊക്കെ നമ്മൾ ആശിക്കുന്നത്, ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തമാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയ തൃപ്തിയാണ്. അവന്റെ കോപത്തെ നമ്മിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ട രൂപത്തിലുള്ള ഇബാദത്തുകളുടെ കൂട്ടത്തിൽ മുന്തിയ ഇബാദത്താണ് ഈ ദിക്റുകൾ. അതേ അവസരത്തിൽ ഈ അസ്മാഉൽ ഹുസ്നയുടെ പേരിൽ തന്നെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്ന പല കൃതികളിലും ചില അന്ധവിശ്വാസങ്ങളും ഇത് സംബന്ധമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നത് വളരെയേറെ, അഥവാ അസ്മാഉൽ ഹുസ്ന കൊണ്ട് പ്രാർത്ഥിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടത്. എന്നാൽ ഇവിടെ അതിന് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്ത, നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്ത ചില പോരിശകൾ, അത്ഭുതകരമായ ചില പോരിശകൾ ചില ആളുകളൊക്കെ പറഞ്ഞു കാണുന്നുണ്ട്. ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. എന്താ പറയുന്നത്? അല്ലാഹു ജല്ല ജലാലവൻ മലക്കൊന്നിനെ പടച്ചിട്ടുമുണ്ടത് കേൾക്ക് രൂപം എങ്ങിനെ, അവർക്കുള്ള തലയും 1000 എന്നുണ്ട്, ഓരോരോ തലയിൽ 1000 മുഖമുണ്ട്, ഓരോരോ മുഖമിൽ 1000 വായുണ്ട്, ഓരോരോ വായിൽ നാക്കും 1000 അപ്പോൾ അവർക്ക് നീ നോക്ക് നാക്കിന്റെ എണ്ണവും കോടിക്കണക്കിനുമുണ്ട്, കൂട്ട് നീ കൃത്യവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ സൃഷ്ടിച്ചു എന്നാണ്. അല്ലാഹു ഒരു മലക്കിനെ പടച്ചു. ആ മലക്കിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ രൂപം 1000 തലയാണ് ഒരു മലക്കിന്. 1000 തല എന്ന് മാത്രമല്ല, ഓരോരോ തലയിൽ 1000 മുഖമുണ്ട്. 1000 തല. അപ്പൊ കുട്ടികൾ, 1000 തല. 1000 തലയിൽ ഓരോ തലയിലും 1000 മുഖം. അങ്ങനെയാണ് കൂട്ടണം. 1000 മുഖം അതല്ല, ഓരോ 1000 തല. 1000 തലയിലെ ഓരോ തലയിലും 1000 മുഖം. തീർന്നില്ല. ഓരോരോ മുഖമിൽ 1000 വായുണ്ട്, ഓരോരോ വായിൽ നാക്കും 1000 ഓരോരോ മുഖമിൽ 1000 വായൻ. അപ്പൊ 1000 തല, ഓരോ തലയിലും 1000 മുഖം, ഓരോ മുഖത്തിലും 1000 വായ്, ഓരോ വായിലും 1000 നാക്കും. എത്രയായി എണ്ണം? അപ്പോൾ അവർക്ക് നീ നോക്ക് നാക്കിന്റെ എണ്ണവും കോടിക്കണക്കിനുമുണ്ട്, കൂട്ട് നീ കൃത്യവും. കോടിക്കണക്കിന് നാവുള്ളൊരു മലക്ക്, കോടാനുകോടി നാവുള്ളൊരു മലക്ക്. ആ മലക്ക് എന്താ ചെയ്യുന്നത്? ഈ നാക്ക് കൊണ്ട് നിരന്തരം റബ്ബിന് തസ്ബീഹ് ചെയ്യും ജോലിയാ മലക്കിന്. ഈ മലക്കിന് ജോലി എന്താ? ഇത്രയും കോടിക്കണക്കിന് നാവ് കൊണ്ട് നിരന്തരം അള്ളാഹ്ക്ക് തസ്ബീഹ് അല്ലല്ല, അള്ളാഹനെ അങ്ങനെ പുകഴ്ത്തലാണ് അദ്ദേഹത്തിന്റെ പണി. അപ്പൊ ആ മലക്കൊരിക്കൽ അള്ളാഹിനോട് ചോദിക്കാണ്. ചോദിച്ചു ആ മലക്കും ഇലാഹോടദബിലും, നിനക്കുണ്ടോ ആബിദ് ശ്രേഷ്ഠമായവരെന്നിലും. അള്ളാഹുവിനോട് ഈ മലക്ക് ചോദിച്ചു പോലും ഒരിക്കൽ. ഇലാഹായ റബ്ബേ വളരെ അതവോടുകൂടെ ചോദിച്ചു, എന്നേക്കാൾ ശ്രേഷ്ഠമായ വല്ല ആബിദീങ്ങളും നിനക്കുണ്ടോ? ഞാനാണല്ലോ ഇപ്പൊ എത്ര ഇബാദത്ത് എടുക്കുന്നത്. 1000 തല, ഓരോ തലയിലും 1000 മുഖം, ഓരോ മുഖത്തിലും 1000 വായ്, ഓരോ വായിലും 1000 നാക്ക്. ഇങ്ങനെ കോടിക്കണക്കിന് നാക്കുകൾ ഞാൻ നിരന്തരം നിനക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, നിന്നെ ഓരോന്ന് പറഞ്ഞ് നിന്റെ ഓരോന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ അങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നേക്കാൾ ഉത്കൃഷ്ടനായ വല്ല ആബിദീങ്ങളും നിനക്കുണ്ടോ എന്നാണ് മലക്കിന്റെ സംശയം. അള്ളാഹുവിന്റെ മറുപടി എന്താ?
ആദം നബി അവർക്കുള്ള മക്കളിൽ നിന്നൊരാൾ ചെയ്യുന്നതാണേ നിങ്ങളെക്കാളമലുകൾ. ആരാണ് റബ്ബേ ആ മഹാൻ ഞാൻ ചെന്ന് കാണാൻ എനിക്കനുവാദവും താ ഇന്ന്. അള്ളാഹ് പറഞ്ഞു എന്നാണ്, ആദം നബിയുടെ മക്കളിൽപ്പെട്ട അഥവാ ഒരു മനുഷ്യരിൽ നിന്നൊരാള് നിങ്ങളെക്കാൾ അമല് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോ ആരാണ് റബ്ബേ ആ മഹാൻ, ഞാൻ ചെന്ന് എനിക്കൊന്ന് കാണാൻ അനുവാദം താന്ന് മലക്ക് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. അനുവാദവും വാങ്ങിച്ചുകൊണ്ടിറങ്ങുന്നതായി തമ്മിൽ പരസ്പരം കണ്ട് സന്തോഷത്തിലായി. വെറും ഫർദിനേക്കാൾ കൂടുതൽ യാതൊന്നും മലക്കന്ന് കണ്ടില്ല മഹാനിൽ നിന്നും. അനുവാദം വാങ്ങി മലക്കിറങ്ങി ഈ ആളെ കണ്ടുമുട്ടി, വളരെ സന്തോഷത്തോടുകൂടെ കണ്ടുമുട്ടി. അപ്പൊ ഈ മനുഷ്യന്റെ പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ചു നോക്കുമ്പോ വെറും ഫർദിനേക്കാൾ കൂടുതൽ യാതൊന്നും മലക്കന്ന് കണ്ടില്ലേ മഹാനിൽ നിന്നും. ഫർളായ കാര്യങ്ങളല്ലാത്ത ഒന്നും ഈ മനുഷ്യൻ ചെയ്യുന്നില്ല. വെറും ആ ഫർളായ കാര്യം, നിസ്കരിക്കുന്ന, റമളാനിൽ നോമ്പ് നിൽക്കുന്ന, ഹജ്ജ് പോയി മറ്റു കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ളൂ. നിർബന്ധ കാര്യങ്ങളല്ലാതെ ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ല. പിന്നെന്താ പടച്ചോനെ അള്ളാഹ് അങ്ങനെ പറയാൻ കാരണം? ഇതാണ് മലക്കിന് സംശയായത്. അപ്പോ അദ്ദേഹം ചോദിക്കാൻ, അപ്പോൾ മലക്കവർ ചോദ്യമായവരോട്, എന്തുണ്ട് ഇത് കൂടാതെ പറ എന്നോട്. ഇത്രയൊക്കെ നിങ്ങൾ ചെയ്യുന്നുള്ളൂ, പിന്നെന്താ നിങ്ങൾ വലിയ ആബിദാന്ന് പറയാൻ കാരണം? നിങ്ങൾക്ക് എന്തോ എന്നെ കാണാൻ മഹത്വം ഉണ്ടല്ലോ, അതെന്താന്ന് ചോദിച്ചു. സുബഹിക്ക് ശേഷം ചൊല്ലുമേ ഞാൻ നിത്യവും അസ്മാഉൽ ഹുസ്ന വെറും 10 എണ്ണവും. സുബഹിക്ക് ശേഷം ചൊല്ലുമേ ഞാൻ നിത്യവും അസ്മാഉൽ ഹുസ്ന വെറും 10 എണ്ണവും. 16 നമ്മളോട് പറഞ്ഞുപോയി. സുബഹിക്ക് ശേഷം നിത്യം ഞാൻ അസ്മാഉൽ ഹുസ്ന 10 എണ്ണം ചൊല്ലുന്നു. അതിനാ പോയി കിട്ടിയത് എന്ത്? കോടിക്കണക്കിന് നാവ് കൊണ്ട് അള്ളാഹ്ക്ക് നോ തസ്ബീഹ് മലക്കിനെ കാണാൻ പോരിശ. സുബഹിക്ക് ശേഷം കുറ്റഞ്ഞാണ്ട് അള്ളാഹ് റഹ്മാൻ റഹീം മലിക് ഖുദ്ദൂസ് സലാം മുഅ്മിൻ മുഹൈമിൻ അസീസ് ജബ്ബാർ, അങ്ങനെ 10 എണ്ണം പറഞ്ഞാൽ അത് കിട്ടുന്നതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഇല്ലാത്ത കുറെ പോരിശകൾ പറഞ്ഞിട്ട് ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാനായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ ഉള്ളതേ പറയാൻ പാടുള്ളൂ. അല്ലാതെ തന്നെ ഇതിന് ഒരുപാട് പോരിശകൾ ധാരാളമുണ്ട്. 99 നാമങ്ങളുണ്ട്. അത് കൃത്യമായി അതിന്റെ ആശയങ്ങൾ പഠിച്ചത് പ്രവർത്തിച്ച് നിങ്ങളത് മനഃപ്പാടമാക്കിക്കൊണ്ടിരിക്കുക, നിങ്ങൾ അതനുസരിച്ച് ജീവിക്കുക എങ്കിൽ അവൻ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് തന്നെ പോലെ അപ്പോ ഇത്തരത്തിൽ വേറെയുണ്ട്. പിന്നെ കുറെ ഉണ്ട്. ഇത് ഞാൻ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ക്ലാസ്സിലെങ്ങാനും വിശദീകരിക്കുന്ന സമയമല്ല. ഇത് ഈ കാണുന്ന പുസ്തകം ഒന്ന് ഷംസുൽ മആരിഫുൽ കുബ്ര. ഷംസുൽ മആരിഫുൽ കുബ്ര എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ അശൈഖ് അഹ്മദ് ബിൻ അലിയുൽ ബൂനി എന്ന് പറയുന്ന ആളതാണ്. ഇത് മജ്മൂഉൽ ലത്തീഫിന്റെ പരിഭാഷയാണ്. ഇത് രണ്ടും ഇൻഷാ അല്ലാഹ് ഒന്ന് വിശദീകരിക്കാനുണ്ട്. ഇതിൽ അസ്മാഉൽ ഹുസ്നയെ പറ്റി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിന് കുറെ കളങ്ങളും ചിത്രങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എഴുതിക്കെട്ടാൻ പറയുന്നുണ്ട്, ചുമന്നുകൊണ്ട് നടക്കാൻ പറയുന്നുണ്ട്, മോതിരക്കല്ലുമോ കൊത്താൻ വേണ്ടി പറയുന്നുണ്ട്, അങ്ങനെ പലതും പറയുന്നുണ്ട്. ഇത് എഴുതിയിട്ടുള്ളത് KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂരാണ്. മറക്കണ്ട, ഇയാളിപ്പോ മാനസിക രോഗിയാണ്. മൗലന്മാരെ കണക്കില് കുബൂരി പണ്ഡിതന്മാരിപ്പോ ഇയാളെ മാനസിക രോഗിയാന്നാ പറയുന്നത്. അതുകൊണ്ടൊന്നും അവര് രക്ഷപ്പെടൂല. ഇയാളെ മാനസിക രോഗിയാക്കിയാണ്ടൊന്നും ഇവര് രക്ഷപ്പെടൂല. കാരണം ഇയാളെ ബുക്കല്ല, ഇത് ഇവരുടെ ഹോജമാരെ എഴുതിയ പുസ്തകത്തിന്റെ ട്രാൻസ്ലേഷനാ. അപ്പൊ ഇവർക്ക് മാനസിക രോഗമാണെങ്കിൽ അവിടെ ഉണ്ടാകും. അങ്ങനെയാണല്ലോ, ഒരു വസ്തു വളയുമ്പോഴാണല്ലോ നേലും വളയല്, അല്ലേ? അപ്പൊ ഇത് വെറും നേലാണ്. ഇത് അതിന്റെ ട്രാൻസ്ലേഷൻ ആണ്. അതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. എന്ത് പറഞ്ഞാലും അന്ന് ഞങ്ങൾക്ക് സ്വീകാര്യമില്ല. അപ്പൊ ഒക്കെ എന്ത് പറഞ്ഞാലും മാനസിക രോഗിയാക്കും. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറഞ്ഞോ അതുപോലെ ഉൾക്കൊണ്ടിട്ട് നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുക. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ അസ്മാഉൽ ഹുസ്നയുടെ പേരിൽ മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് നൽകേണ്ടി വരുന്നത്. അത് കൃത്യമായി അവയെപ്പറ്റി ബോധമുണ്ടാവുക, സത്യത്തിന്റെ ആ പ്രചാരകരും പ്രബോധകരുമായി മാറുക, അത് പിന്തുണക്കുക, അസത്യത്തെ നിരാകരിക്കുക, തള്ളിക്കളയുക, തിരിച്ചറിയുക, അതിൽ പെട്ടിട്ടുള്ള ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ട പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവുക, സഹകാരികളാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അറിയുന്നതിലൂടെ കൂടുതൽ അവനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, ഫിത്നകളിൽ നിന്ന് അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള നന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയും എല്ലാവിധത്തിലുള്ള ആപത്തുകളിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ
الرحيم واغفر لنا إنك أنت الغفور الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على خير خلقه نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.